നമ്മൾ എന്ത് നന്മ ചെയ്താലും ആ നന്മയുടെ പേരിൽ പോലും ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എല്ലായിടത്തുമുള്ളത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ച് നല്ല കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് നല്ല നീയത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, അതിൻ്റെ പേരിൽ ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ആക്ഷേപിച്ചാലും ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതാണ് ഇന്നത്തെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻ വാബിസത ബിൻ മഅ്ബദ് റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ അടുത്ത് ചെന്ന് കണ്ടു, നബി തങ്ങളെ ഞാൻ കണ്ടു. വഅന ഉരീദു അല്ലാ അദഅ ശൈഅൻ മിനൽ ബിർരി വൽ ഇസ്മി ഇല്ലാ സഅൽതു അൻഹു, എന്തൊരു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ നബി തങ്ങളോട് ചോദിക്കും. നല്ല കാര്യമാട്ടെ ചീത്ത കാര്യമാട്ടെ, അതിനെക്കുറിച്ച് ഞാൻ നബി തങ്ങളോട് അന്വേഷിക്കും. ഇന്ന കാര്യം നല്ലതാണോ, ഇന്ന മോശമാണോ, എന്താണ്, എപ്പോഴാണ് നല്ലതാവുക, എപ്പോഴാണ് ചീത്താവുക, ഒക്കെ ഞാൻ ചോദിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹബീബ നബി തങ്ങളുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ റസൂൽ എന്നോട് പറഞ്ഞു, ഉദുനു മിന്നി യാ വാബിസ, ഉദുനു യാ വാബിസ, വാബിസങ്ങളുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ സുഹാബി പറയാണ്, ഫദനൗതു മിന്നു അത്താ മസത്ത് റുക്ബത്തി റുക്ബത്ത, അങ്ങനെ ഞാൻ നബിതങ്ങളുടെ അടുത്ത് ശരിക്കും അടുത്ത് ചേർന്നിരുന്നു. എൻ്റെ മുട്ടും കാലും നബിതങ്ങളുടെ മുട്ടും കാലോട് മുട്ടി അങ്ങനെ തൊട്ടിരുമ്മി ഞങ്ങൾ അടുത്തിരുന്ന്, അങ്ങനെ അടുത്തിരുന്നിട്ട് ഫഖാലി യാ വാബിസ, അപ്പം നബിതങ്ങളോട് ചോദിച്ചു, വാബിസ ഉഖ്ബിറുക അമ്മാ ജീത തസ്അലു അൻഹു, നീ എന്ത് ചോദിച്ചിട്ടാണോ എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞുതരാം. കുൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, അള്ളാന്റെ ദൂതരെ അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞുതരി. ഖാല ജീത തസ്അലു അനിൽ ബിർരി വൽ ഇസ്മി, എന്താണ് നല്ലത് എന്താണ് ചീത്ത ഇത് ചോദിക്കാനല്ല ഈ വന്നത്. കുൽത്തു, അദ്ദേഹം പറഞ്ഞു, നാം, അതേ നബിയെ, അത് ചോദിക്കാനാണ്. അപ്പൊ ഫജമഅ അസ്വാബിഹു സലാസ്, നബിതങ്ങളെ 3 വിരലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫജാല യൻകുതു ബിഹാ ഫീ സുദ്രി, ഈ സ്വഹാബി പറയാണ്, എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കുട്ടിയിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ വാബിസ, വാബിസ, നിന്റെ ഹൃദയത്തിനോട് ചോദിച്ചു നോക്കുക, ഇസ്തഫ്തി കൽബക, എന്തൊരു കാര്യമാണെങ്കിലും നിന്റെ മനസാക്ഷിയോട് നീ ശരിക്ക് ചോദിക്ക്, നിന്റെ മനസാക്ഷിയോട് നീ ശരിക്ക് ചോദിക്ക്. വൽ ബിർറുമാ ഇത്മഅന്നത്ത് ഇലൈഹി നഫ്സു, നന്മ എന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സ് അത് ഖൈറാണ് എന്ന് പറയുകയും അത് നല്ലതാണെന്ന് നിനക്ക് തോന്നുകയും നിനക്കത് ഉറപ്പാവുകയും ചെയ്താൽ അതങ്ങ് ചെയ്തിട്ട് അതന്നെ നന്മ. വത്മഅന്ന ഇലൈഹിൽ കൽബു, ഹൃദയം അതിലേക്ക് ശാന്തമായി, ഹൃദയത്തിന് തോന്നി അതാണ് നല്ലത് എന്ന് അത് ചെയ്യന്നെ. വൽ ഇത്മു, തെറ്റ് എന്ന് പറഞ്ഞാൽ മാ ഹാക ഫിൽ ഖൽബി വ തറദദ ഫി സദ്രി, അതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തെറ്റാവൂലേ, ശരിയാവൂലേ, അങ്ങനെ ആണോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ, ഇങ്ങനെ നമുക്കൊരു എക്കാചൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവാക്കുക, അതങ്ങ് ഒഴിവാക്കുക. വൈനഫ്താക്കന്നാസു വഫ്തൗക, അപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞാലും ഈ മെന്റ് ചെയ്യണ്ട, ജനങ്ങൾ എന്ത് പറഞ്ഞാലും വിഷയാക്കണ്ട, അനക്ക് അങ്ങനെ ചെയ്തുവിടേനെയോ ഇങ്ങനെ ചെയ്തുവിടേനെയോ, എന്തായി ചെയ്യാതിരുന്നത്, ആൾക്കാർ പറഞ്ഞോട്ടെ, അത് ചെയ്താൽ പ്രശ്നമാണെന്ന് നിനക്ക് കണ്ടാൽ ഒഴിവാക്കുക. ഒരു കാര്യം ചെയ്താൽ ഹൈറാണ് എന്ന് നിനക്ക് മനസാക്ഷിക്ക് ഉറപ്പ് തോന്നി അതൊക്കെ ചെയ്യുക. അപ്പോൾ ആൾക്കാർ പറയാം, എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറയും. ഇതാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ശരിക്കും ചിന്തിച്ച് അവർ നല്ല കാര്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് അവർ നല്ല നെയ്യത്തിൽ കാര്യം ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വരും. അത് അങ്ങനെ ചെയ്യണ്ടില്ലേ, ഇനി അത് ശരിയായില്ല, ശരിയായ തീരുമാനമല്ല, അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ പ്രശ്നമായത്, അങ്ങനെ തീരുമാനിച്ചുകൊണ്ടല്ല ഇങ്ങനെ വന്നത്, അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരൂലായിരുന്നു, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവരുത്. ചിലപ്പോൾ നമ്മളെ ഭാര്യ എനിക്കെതിരാവും, മക്കളെതിരാവും, ബാപ്പയും ഉമ്മയും ഏട്ടനും പെങ്ങന്മാരും അനിയനും ഇളച്ചിയും മൂത്തിച്ചൊക്കെ എതിരാവും. അവൻ എന്താ അങ്ങനെ ചെയ്തത്, അവൻ പിടിവാശിക്കാരനാണ്, അവൻ ചെയ്ത് ശരിയല്ല, അവൻ പറഞ്ഞത് മാത്രമേ അംഗീകരിക്കുള്ളൂ, നമ്മൾ പറഞ്ഞു തീരെ കേൾക്കൂല എന്നൊക്കെ പറയല്ലോ. അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പിടിവാശി പാടില്ല, എല്ലാവരും അംഗീകരിക്കണം. പക്ഷേ സത്യമാണ് ഇത് നമുക്ക് ബോധ്യപ്പെട്ടൊരു സംഗതി, സത്യമാണ് ഇത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടൊരു സംഗതി, അത് ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അത് മെയിൻ്റെ ചെയ്യണ്ട, ഇത് വിഷയാക്കേണ്ട വേണ്ട. നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കുക, അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റാണോ ചെയ്തത്, അല്ല, നല്ല കാര്യമാണ്, നീ ചെയ്ത് നല്ല ഉദ്ദേശത്തിനാണ്, എന്നാ പിന്നെ നീ കുറ്റവാളിയല്ലല്ലോ, നീ തെറ്റുകാരനല്ല, നീ കുറ്റക്കാരനല്ല. പിന്നെ അതിൻ്റെ പേരിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു മെയിൻ്റെ ചെയ്യണ്ടാവും. എന്നിട്ട് നബിതങ്ങൾ പറയണം, അതാണ് സത്യം, അതാണ് നന്മ. ഇനി ചില സമയത്ത് മനസ്സാക്ഷിയോട് ചോദിക്കുക,
എന്താ തെറ്റ് എന്നുണ്ടെങ്കിൽ മനസ്സാക്ഷിയോട് ചോദിക്കുക, ചെയ്യണോ ചെയ്യണ്ട. അപ്പം മനസ്സാക്ഷി പറയാണ്, നമ്മളെ കൽബ് പറയാണ് അത് ചെയ്യേണ്ട, കാരണം അതിങ്ങനെ പ്രശ്നം ഉണ്ടാവും, എന്നാലും ഒഴിവാക്കുക. അപ്പോൾ ആൾക്കാർ പലതും പറയും, എന്തിനാ ഒഴിവാക്കിയത്, അങ്ങനെ ചെയ്താൽ മതി, ഇനി ഒന്നും മെയിൻ ചെയ്യണ്ട. അപ്പോൾ ആൾക്കാർ കുത്തുവാക്ക് പറഞ്ഞും ആക്ഷേപിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും നമ്മളെ ചാരനായി കണ്ടും നമ്മളെ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും ഒരുപാട് പറയും. ഉദാഹരണം പറയാം, അപ്പോൾ അതൊന്നും വിഷയാക്കാനേ പാടില്ല. നമ്മൾ നല്ല സംഗതിക്ക് രംഗത്തേക്ക് ഇറങ്ങിയാൽ ഏറ്റവും കിട്ടുന്ന ആദ്യത്തെ പോയിന്റ് ശത്രുതയായിരിക്കും, എതിർപ്പായിരിക്കും. പള്ളിയാണെങ്കിലും മദ്രസ ആണെങ്കിലും സംഘടനയാണെങ്കിലും പാർട്ടി ആണെങ്കിലും കേട്ടോ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമ്മർദ്ദങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അപ്പൊ നല്ല കാര്യം എന്താന്ന് തോന്നിയത് ചെയ്യാം, അതിന് വരട്ടെ. ഇസ്തഫ്തി ഖൽബക, നിന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക, അത് തെറ്റല്ല ശരിയാണ് നിനക്ക് തോന്നിയാൽ. നഫ്താക്കന്നസ്, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചോദിച്ചാലും മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ആ തീരുമാനത്തേക്ക് നല്ല നീയത്തിലല്ലേ, ചിലപ്പോൾ അത് വിജയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, വിജയിച്ചോളണമെന്നില്ല, ചിലപ്പോൾ അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ നമ്മൾ നല്ല നീയത്തിൽ ചെയ്താണ്. അപ്പം ആൾക്കാരെന്ത് പറഞ്ഞാലും മെയിൻ ചെയ്യണ്ട, വിഷയാക്കണ്ട, പ്രശ്നേ അല്ല. അതാണ് അവിടുന്ന് പറഞ്ഞത്. ഇത് പക്ഷേ ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ടെൻഷൻ അടിക്കുക, ഞാനടക്കം നമ്മളൊക്കെ ടെൻഷൻ അടിക്കാൻ. പക്ഷെ ആൾക്കാർ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, അത് അങ്ങനെ ആയിരിക്കും അവസ്ഥ. ഏത് ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ പോലും എല്ലായിടത്തും ഉണ്ടാണ് വിവാദങ്ങൾ. അങ്ങനെയാണ്. ഏത് മദ്രസ ആട്ടെ പള്ളി ആട്ടെ 50 ഉറുപ്പിക കൂട്ടിയാൽ കുറച്ചാൽ ഇന്ന് പണിയെടുത്താൽ അങ്ങനെ വേണ്ടില്ല, ഇങ്ങനെ ആയാൽ മതി, ഒന്ന് ആ പണിക്കാരെ ഒഴിവാക്കിയിട്ട് ഈ പണിക്കാരെ വിളിച്ചാൽ മതിയായിരുന്നു, ഈ പണിക്കാരെ ഒഴിവാക്കി ആവാനെ വിളിച്ചാൽ മതിയായിരുന്നു, ഇത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ അഭിപ്രായങ്ങളായിരിക്കും. ഉമ്മാനെ തച്ചാലും രണ്ടഭിപ്രായം എന്ന് പറഞ്ഞ മതി. സംഗതി ഉമ്മ തന്നെയാണെങ്കിലും ഓളെ മോശത്തരം കൊണ്ടാണ്, രണ്ട് കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. സ്വന്തം ഉമ്മല്ലേ, 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മല്ലേ, ഉമ്മാനായിരിക്കും തെല്ലോ, പിന്നെ തച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമല്ല തെറ്റ് ഉമ്മാനടുത്തുണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഏത് നിരപരാധിയെ തച്ചാലും അവിടെ ന്യായീകരിക്കുക ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്തിയിട്ട് ഈ ദുന്യാവിലൊന്നും ചെയ്യാൻ കഴിയൂല. ആദ്യം ചെയ്യേണ്ടത് നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക, ചെയ്യണത് നല്ലതാണോ തെറ്റാണോ. ആ മനസാക്ഷി ഇസ്ലാമിനനുസരിച്ച് അള്ളാഹുവിനും ഹബീബിനും അനുസരിച്ച് ചിന്തിക്കുക, ഇത് ഞാൻ ചെയ്യുന്നത് ഹറാമാണോ തെറ്റാണോ നല്ലതാണോ, അള്ളാഹു റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്തതാണോ ഇഷ്ടപ്പെടുന്നതാണോ. അങ്ങ് നല്ല കാര്യമാണ്, നല്ല നെയ്യത്തിലെ ഹൈറിനാണ് തോന്നിയാൽ പിന്നെ കണ്ടിന്യൂ തവക്കൽ എന്ന് പറഞ്ഞില്ലേ, പിന്നെ മുന്നോട്ട് പോവുക, പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഈ ഹദീസ് വലിയ പാടാണ്. ഏത് സംഗതിയാണെങ്കിലും, ഇനി പുരയിലാണെങ്കിലും ചിലപ്പോൾ ഒരു പെണ്ണ് ഒരു കല്യാണകാരിയാണ്, അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ട. പക്ഷെ ഇപ്പം ശരിക്കും ചിന്തിച്ചപ്പോൾ നല്ലതാണ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എല്ലാവരെയും അഭിപ്രായം നോക്കാൻ പറ്റുമോ. ഒരാളിങ്ങനെ പറഞ്ഞു, ഒരാൾ മറ്റേ പറഞ്ഞു. അപ്പം നമുക്ക് ശരിക്കും ചിന്തിച്ച് മനസാക്ഷിയോട് ചോദിച്ച ഹൈറാണെങ്കിൽ മുന്നോട്ട് പോവുക. ചിലപ്പോൾ പൊളിയും, പ്രശ്നമാവും. അപ്പോൾ ആൾക്കാരെല്ലാവരും വളഞ്ഞിട്ട് തരും. ഞാൻ അപ്പോഴേ പറഞ്ഞാണ്, ഒരാൾ സ്വന്തം മകളെ അറിഞ്ഞുകൊണ്ട് പിന്നെ കുഴി ചാടിച്ചില്ലല്ലോ, നേരെ മറിച്ചൊക്കെ കഴിക്കാനും ആൾക്കാർ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നു. അപ്പം എല്ലാവരും വായ മൂടിക്കെട്ടാനും തൊള്ളയിൽ മണ്ണ് തിരികാനും നമുക്ക് കഴിയൂല. അപ്പം നമ്മളത് മെയിൻ ചെയ്യാൻ പാടില്ല. ഹൈറായ സംഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് ഈ ഹദീത്ത് വലിയൊരു സന്ദേശമാണ്. ബസ് ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് മനസാക്ഷിയോട് ചോദിക്കുക. നല്ലതാണെങ്കിൽ വാഹിദ് മുന്നോട്ട് പോവുക, നല്ലതാണെങ്കിൽ അത് ചെയ്യുക. ഇതാണ് നന്മ എന്ന് പറഞ്ഞാൽ. മാ ഇത്മഅന്നതി നഫ്സുക്ക്, മാ ഇത്മഅന്നതി നഫ്സു വതമഅന്നഇലൈ ഖൽബു, നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സൊക്കെ നല്ലതാണ്, റാഹത്താണ് എന്ന് തോന്നിയ സംഗതികൾ അങ്ങ് ചെയ്യുക തന്നെ. വൈനഫ്താക്കന്നാസ്, ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്ക് വലിയ പാടാണ്. അല്ലാഹു തആല നാഫിയായ ഇൽമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.